ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ടു സദാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കന്നഡയുടെ യുവ സംവിധായകൻ പ്രദീപ് അരസിക്കര മലയാളത്തിലും കന്നഡയിലുമായിട്ട് ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ശേഷം 2016 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കന്നഡയിലും മലയാളത്തിലുമായിട്ട് ഒരുക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ശേഷം 2016 എന്ന് പറയുന്ന സിനിമ. ദ്വിഭാഷകളിലായിട്ട് ഒരുങ്ങുന്ന ചിത്രം ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. കേരള കർണാടക അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ അന്വേഷണമാണ് ചിത്രത്തിൽ പറയുന്നത്. മറാഠിക്കൂട്ട എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മഞ്ജു വാണി, VS, വീണ S എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. യുവതാരങ്ങളായി ശ്രദ്ധേയരായിട്ട് മാറിയ ജോൺ കൈപ്പള്ളി, ഡെയിൻ ഡേവിസ്, രാജീവ് പിള്ള, ശ്രീദേവി, സിദ്ധാർത്ഥ് ശിവ തുടങ്ങിയവരോടൊപ്പം തന്നെ പ്രശസ്ത കന്നഡ താരങ്ങളായിട്ടുള്ള പ്രമോദ് ഷെട്ടി, ദേവരാജ്, സിദ്ധിരിംഗ് ശ്രീധർ, അർച്ചന കെറ്റേക്ക, യാഷ് ഷെട്ടി, ശോഭരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഒരു മുഴുനീള ക്രൈം ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തവരുടെ പ്രതികാരവുമുള്ള കഥാതന്തുവിൽ ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. പോലീസിന് മാത്രം ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത്. സംവിധായകനൊപ്പം രാഘവേന്ദ്ര മയ്യയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത കന്നഡ ഛായാഗ്രഹകൻ ആനന്ദ് കുമാറാണ് ചിത്രത്തിനായിട്ട് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. കന്നഡ പ്രമുഖ ഗായകനും സംഗീത സംവിധായകനുമായിട്ടുള്ള പൂർണ്ണചന്ദ്ര തേജസ്വിയാണ് ഈ ഒരു ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മികച്ചൊരു ട്രെയിലറൊക്കെ അണിയിച്ചിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും കന്നഡയിലുമായിട്ട് ഒരുക്കിയതുകൊണ്ട് തന്നെ ചിത്രം ഒരു ബോക്സ് ഓഫീസ് വിജയമാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ചിത്രം ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത് 2 മണിക്കൂറും 2 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം രാവിലെ 10 മണിയോടുകൂടി തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോകൾ ആരംഭിക്കുന്നതായിരിക്കും. ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ചിത്രത്തിന്റെ ആദ്യ റിവ്യൂകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വിജയമായിട്ട് മാറുമെന്നറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണെന്ന ദിവസം ശേഷം 2016 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.